ഹായ് ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഓഫ് റോഡിന് ഇറങ്ങി വാഗമണിൽ വെച്ചൊരു പ്രോഗ്രാമിന് പോകണാണ്. ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യണ ഒരു വണ്ടി കൂടിയാണ് കാണുന്നത്. MMJ സ്റ്റേറ്റിൽ വെച്ചിട്ട് അതിന് പോകണേ നമ്മള് വാഗമൺ ലോഡ്ജ്. വണ്ടി ചുമ്മാ കില്ലാക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ പണി, രണ്ടല്ലല്ലോ, എത്ര ദിവസമാ ഇത്? 1 മാസത്തെ പണി എന്ന് പറയാൻ വേണമെങ്കിൽ ഫുള്ള് പറഞ്ഞ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡേ നൈറ്റ് പണത്. വൈറ്റ് വണ്ടിയായിരുന്നു, സ്റ്റോക്ക് കണ്ടീഷൻ ഉള്ളത്. അത്യാവശ്യം ചില ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാൻ നിന്നുകൊണ്ട് ചെറുതായിട്ടൊന്നും സമയം വൈകിട്ടാ. റമീസ് എന്നെ തല്ലി കൊന്നില്ലെന്നുള്ളു. എന്നാലും നമ്മൾ അത്യാവശ്യം സമയത്തിനെത്തി. ഒരു 10-15 മിനിറ്റ് ഡിലേ വന്നുള്ളായിരുന്നു. എനിക്കാണ് നല്ല ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇവരുടെ കൂടെ ഒരു ഇവൻറ്റിൽ വന്നത്. അതും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ട് ഓഫ് റോഡിങ്. പ്രത്യേകിച്ച് എഞ്ചിൻ്റെ സൗണ്ടും, അതും ടർബോ എഞ്ചിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹരമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക്, അതിൽ എസ്പെഷ്യലി മലയാളികൾക്ക്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്പോർട്സ് തന്നെയാണ് അല്ലേ. പറഞ്ഞ നേരം കൊണ്ട് വണ്ടികളൊക്കെ ലൈനപ്പ് ആയിട്ടാ. 2 സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. ഒന്ന് കൊച്ചി മച്ചാനും, ഒന്ന് LC ചിപ്പികളും. ഇപ്പോൾ ഡേ 1 3 ട്രാക്കാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ട്രാക്കിലേക്ക് ഇറങ്ങാൻ വണ്ടികളൊക്കെ റെഡി ആയിട്ടാണ്. ഇവരുടെ കൂടെ ആദ്യമായിട്ട് വരണോണ്ട് ഞാൻ ആദ്യം ഒരു സൈഡിൽ മാറി നിൽക്കുക ചെയ്തത്. ട്രാക്കിലേക്ക് ഇറങ്ങാവോ, ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാവോ. പലരും പ്രമുഖരായിട്ടുള്ള പലരും താഴെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ഒതുങ്ങി മാറി നിന്നു. എന്നിട്ട് എല്ലാം ഒന്ന് വീക്ഷിച്ചു. അപ്പോൾ ആ ഷോർട്സൊക്കെ നിങ്ങളൊന്ന് കാണും. എന്തെങ്കിലും തരത്തിലുള്ള ലാഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ വീഡിയോ അല്ല. നിങ്ങൾ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇത് പ്യുവർലി വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ അവിടെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട റോ ഫൂട്ടേജസ് അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ കണ്ടത് എന്താണോ അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചില സാധനങ്ങൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത്രയും ലാഗിലേക്ക് പോകേണ്ട. LC ഇറങ്ങിയിട്ടാണ്. തെക്കൻ കേരളത്തിൽ അത്യാവശ്യം ഫാൻ ബേസ്, തെക്കൻ കേരളത്തിലെന്നല്ല അങ്ങ് ഓവറോൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. എനിക്കറിയില്ല എത്ര ലേഡി റൈഡേഴ്സ് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഓഫ് റോഡിങ് ഒന്ന് ട്രൈ ചെയ്യാന്നെങ്കിലും മൈൻഡുള്ള എത്ര പേരുണ്ട്. അതിന് ചിപ്പുവിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. ആള് നല്ല ടയർഡാന്ന് എനിക്ക് വേണം. നേരെ കൊണ്ടുവന്ന് ഫ്രണ്ട് ബമ്പർ, മെറ്റൽ ബമ്പറാണ്, നേരെ കൊണ്ടുവന്ന് ഒബ്സ്റ്റക്കിളിൽ ഒരു ഇടിച്ച്. ആൾക്ക് ടയർഡ്നെസ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടെല്ലാം കണ്ടാണ്. ആൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ ഫസ്റ്റ് റൗണ്ട് ആൾ ഇവിടെ നിന്ന് കയറിപ്പോയത്. നല്ല ടയർഡായിരുന്നു. വാഗമണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. കോട ഇട്ട് കാണാനുമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കോട കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഓരോ വണ്ടിയും മാറി മാറി വന്ന് ആ കെണിയിൽ പെട്ടുകൊണ്ടേയിരുന്നു ഈ ഒബ്സ്റ്റക്കിളിൽ. ചില വണ്ടികൾ അവിടെ സിമ്പിളായിട്ട് കയറിപ്പോയി. ചിലവരവിടെ പെട്ട് വട്ടം തിരിഞ്ഞ് നേരെ ഇപ്പോഴത്തെ സിമ്പിൾ ട്രാക്ക് വഴി പോയി. ഒരു ജിമ്നി ഇറങ്ങി വരണം കേട്ടോ. നമ്മുടെ അനൂപുക്കാടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടിയും വരണ്ട് ഇറങ്ങി. ഇച്ചാക്കി ഓടിക്കുന്നത്. അതും എന്താവും നോക്കാം. എന്റെ മോനെ വിഷയം
പറഞ്ഞ നേരം കൊണ്ട് ഞാൻ താഴേക്ക് എത്തി. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സഹകരണവും കോർഡിനേഷനൊക്കെ അതുപോലെയാണ്. നമുക്കങ്ങനെ ഒരു ഫ്രഷറാന്നുള്ളത് തോന്നലൊന്നുമില്ല. നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കാം, നമ്മുടെ കൂട്ടുകാരന്മാരുടെ വണ്ടിയാണെന്നുള്ള മൈൻഡിലെല്ലാം കണ്ടായി. ഇപ്പോൾ ഇക്കച്ചി ആദ്യമായിട്ട് ഓടിക്കുന്നത്. വേണ്ട അത്യാവശ്യം കാര്യമുള്ള അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏത് രീതിയിൽ പോകണം, എങ്ങനെ ട്രാക്കിൽ പോകണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് പറഞ്ഞ ഫിയറും നമുക്കൊരു സ്ട്രെസ്സും കാരണം അല്ലെങ്കിൽ ടെൻഷൻ കാരണം നമുക്ക് ആ സമയത്ത് കിട്ടില്ല. അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്ത് നമ്മൾ കയറി പോകണം. അതാണ് ഇതിൻ്റെ മൈൻഡ് ഗെയിം. നമുക്ക് മനസ്സിലുണ്ടാവുന്ന റിലാക്സേഷനും അതാണ്. നമുക്ക് എങ്ങനെ ഈ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാത്തിനെയും, ജീവിതത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാത്തിനെയും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അത് മാത്രമാണ് നമുക്ക് ഈ സ്പോർട്സിലൂടെ കിട്ടുന്നത്. പിന്നെ കുറേ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സുഹൃബന്ധവും. ബേസിക്കലി നമ്മളിതൊരു ഫൺ ഡ്രൈവായിട്ടേ കാണാവൂ. ഇതിനകത്തൊന്നും നമുക്ക് ലാഭവും നഷ്ടവും അങ്ങനെയൊന്നും കാണരുത്. നമുക്ക് നമ്മളെ സുഹൃത്തുക്കളെല്ലാവരോടും ഒത്തുചേർന്ന് ഒരു ഗ്യാതറിങ് ചെയ്യുന്നു, ഒരു ദിവസം ഹോൾട്ട് ചെയ്യണം, ഒരുമിച്ച് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, അത്രേ കാണാവൂ. അതിൻ്റെ എല്ലാം ഫൂട്ടേഴ്സ് നമുക്ക് വന്ന എപ്പിസോഡ്സിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക.